ഹായ് ഹലോ വെൽക്കം ടു ശ്രീ PSC കോഡ്സ്. നമ്മളിന്ന് 2024 കറണ്ട് അഫെയർ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. പാർട്ട് 1 ചെയ്തിട്ടുണ്ട്, ചെന്നൊന്ന് നോക്കുക. പിന്നെ കോഡും കണക്ഷനൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ജയം നേടിയ സ്റ്റേഡിയമാണ് മുംബൈ വാങ്കഡെ. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ജയം നേടിയ സ്റ്റേഡിയമാണ് മുംബൈ വാങ്കഡെ. നമുക്ക് വാങ്കഡെ എന്ന് പറയുമ്പോൾ വാങ്ങി ഒന്ന് കണക്ട് ചെയ്യുക. വാങ്കഡെ വാങ്ങി ഒന്ന് ഒരു ചെറിയ കണക്ഷൻ വരുന്നില്ലേ. അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഓസം, അതായത് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് ആദ്യത്തെ ജയം തന്നെ വാങ്ങി ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ഓസം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്, വാങ്കഡെ എന്ന് പറയുമ്പോൾ വാങ്ങി ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ജയം നേടിയ സ്റ്റേഡിയമാണ് മുംബൈ വാങ്കഡെ. അടുത്തത്, ഇന്ത്യയുടെ ആദ്യ വനിതാ ടെസ്റ്റ് അമ്പയറാണ് വൃദ്ധ ഘനശ്യാം രഥി. ഇന്ത്യയുടെ ആദ്യ വനിതാ ടെസ്റ്റ് അമ്പയറാണ് വൃദ്ധ ഘനശ്യാം രഥി. അപ്പോൾ കുറച്ച് വൃദ്ധയായിട്ട് ഒരാളാണ്, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ വനിതാ ടെസ്റ്റ് അമ്പയറാണ് വൃദ്ധ ഘനശ്യാം രഥി. അടുത്തത്, 2023 ഡിസംബർ കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. 2023 ഡിസംബർ കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. അപ്പോൾ യുദ്ധക്കപ്പൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ പാലൊക്കെ കുടിച്ച് പോകണം. ഇംഫാൽ എന്ന് പറയുമ്പോൾ പാല്, ഫാൽ എന്ന് പറയുമ്പോൾ പാല്, ഒരു കണക്ഷൻ വരുന്നില്ലേ. അപ്പോൾ പാലൊക്കെ കുടിച്ചാൽ നമുക്ക് നല്ലപോലെ യുദ്ധത്തിനൊക്കെ പോകാൻ പറ്റും. യുദ്ധക്കപ്പൽ നാട്ടോ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യുദ്ധക്കപ്പൽ ഇംഫാൽ. അപ്പോൾ 2023 ഡിസംബർ കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലഘുവിമാനമായ തേജസ് പങ്കെടുക്കുന്ന ആദ്യ വിദേശ വ്യോമാഭ്യാസമാണ് ഡെസേർട്ട് ഫ്ലാഗ് 7. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലഘുവിമാനമായ തേജസ് പങ്കെടുക്കുന്ന ആദ്യ വിദേശ വ്യോമാഭ്യാസമാണ് ഡെസേർട്ട് ഫ്ലാഗ് 7. അതിനെ കണക്ട് ചെയ്യുക. ഡെസേർട്ട്, നമ്മൾ ഈ മരുഭൂമിയിലൊക്കെ, ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മുഖം ഭയങ്കര തേജസ്സോടെയാണ് ഇരിക്കുക. അല്ല, ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണമൊക്കെയാണ് വരിക. തേജസ് എന്നോട് ഉണ്ടാവില്ല എന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡെസേർട്ട് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ തേജസ് എന്നൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ലഘുവിമാനമായ തേജസ് പങ്കെടുക്കുന്ന ആദ്യ വിദേശ വ്യോമാഭ്യാസമാണ് ഡെസേർട്ട് ഫ്ലാഗ് 7. അടുത്തത്, ഇന്ത്യ ഫ്രാൻസ് വ്യോമാഭ്യാസമാണ് ഗരുഡ 7. ഇന്ത്യ ഫ്രാൻസ് വ്യോമാഭ്യാസമാണ് ഗരുഡ 7. ആ 7 ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അതായത് ഫ്രാൻസ് എന്ന് പറയുമ്പോൾ F തിരിച്ചിട്ടാൽ 7 എന്നല്ലേ. കാരണം ഗരുഡ 6, 5 അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ത്യ ഫ്രാൻസ് വ്യോമാഭ്യാസമാണ് ഗരുഡ 7. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള OTT പ്ലാറ്റ്ഫോമാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള OTT പ്ലാറ്റ്ഫോമാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ L1 ലാംഗ്വേജ് പോയിന്റിലേക്കുള്ള ഹലോ ഭ്രമണ പഥത്തിലെത്തിയത് 2024 ജനുവരി 6. ഇന്ത്യയുടെ ആദ്യത്തെ L1 ലാംഗ്വേജ് പോയിന്റിലേക്കുള്ള ഹലോ ഭ്രമണ പഥത്തിലെത്തിയത് 2024 ജനുവരി 6. നമ്മുടെ ഈ ആദ്യത്തെ L1 എന്നാണ് വിക്ഷേപിച്ചത്? 2023 സെപ്റ്റംബർ 2 ആട്ടോ. പക്ഷേ ലാംഗ്വേജ് പോയിന്റിലേക്കുള്ള ഹലോ ഭ്രമണ പഥത്തിലെത്തിയത് 2024 ജനുവരി 6-നാണ്. അതുപോലെ സൗരദൗത്യത്തിൽ വിജയിക്കുന്ന 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 2024 ജനുവരി 12. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2024 ജനുവരി 6. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് ഏത്? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. അത് ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദിയാണ്. എന്ന്? 2024 ജനുവരി 12. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം സ്ഥിതി ചെയ്യുന്നത് ഫറോക്ക്, കോഴിക്കോട്. സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം സ്ഥിതി ചെയ്യുന്നതാണ് ഫറോക്ക്. ഫറോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് റോക്ക് എന്ന് എടുക്കാം. പാറയിലൊക്കെ നിറയെ ദീപമൊക്കെ കത്തിച്ച് ഉണ്ടായിരുന്നു എന്നൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം സ്ഥിതി ചെയ്യുന്നതാണ് ഫറോക്ക്. അടുത്തത്, ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച 2ാമത്തെ ബഹിരാകാശ സംഘടനയാണ് ISRO. ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച 2ാമത്തെ ബഹിരാകാശ സംഘടനയാണ് ISRO. ഫസ്റ്റ് ആരായിരുന്നു? നാസയാണ് കേട്ടോ. അടുത്തത്, ആയുർവേദ ദി ഡബിൾ ഹെലിക്സ് ഓഫ് ലൈഫ് എന്ന ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററിയുടെ സംവിധായകനാണ് വിനോദ് മങ്കര. ആയുർവേദ ദി ഡബിൾ ഹെലിക്സ് ഓഫ് ലൈഫ് എന്ന ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററിയുടെ സംവിധായകനാണ് വിനോദ് മങ്കര. ഇങ്ങനെ കണക്ട് ചെയ്യുക. ആയുർവേദ ദി ഡബിൾ ഹെലിക്സ് എന്നല്ലേ. അപ്പോൾ വിനോദ് പറയുമ്പോൾ വിനോദയാത്ര എന്ന് കണക്ട് ചെയ്യുക. നമ്മൾ വിനോദയാത്രയിലൊക്കെ പോകുമ്പോൾ നമ്മൾ മെഡിസിനൊക്കെ കയ്യിൽ പിടിക്കൂലേ. അപ്പോൾ അത് ആയുർവേദ മെഡിസിൻ ആയിരുന്നു കയ്യിൽ പിടിച്ചതെന്ന് ആലോചിക്കുക. അതുപോലെ ഹെലികോപ്റ്ററിലാണ് നമ്മൾ വിനോദയാത്രയിൽ പോയതെന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ആയുർവേദ ദി ഡബിൾ ഹെലിക്സ് എന്ന് പറയുമ്പോൾ ഹെലികോപ്റ്റർ, ഹെലിക്സ് ഓഫ് ലൈഫ് എന്ന ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററിയുടെ സംവിധായകനാണ് വിനോദ് മങ്കര.
അടുത്തത് രാജ്യാന്തര പർപ്പിൾ ദിനം മാർച്ച് 26. രാജ്യാന്തര പർപ്പിൾ ദിനം മാർച്ച് 26. അപസ്മാര രോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആചരിക്കുന്ന ദിവസമാണ് ഇന്ന് മാർച്ച് 26 കേട്ടോ. എങ്ങനെയാണ്? അപസ്മാര രോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആചരിക്കുന്ന ദിവസമാണ് മാർച്ച് 26. എന്ത് ദിനമാണ്? പർപ്പിൾ ദിനം. അപസ്മാരത്തിൻ്റെ പ്രതീകമായ പുഷ്പമാണ് ലാവൻഡർ. അപസ്മാരത്തിൻ്റെ പ്രതീകമായ പുഷ്പമാണ് ലാവൻഡർ. ഈ ലാവൻഡർ എന്ന് പറയുമ്പോൾ ഡർ എന്ന് പറഞ്ഞാൽ എന്താ? ലാവൻഡറിലെ ഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദിയിലൊക്കെ ഡർ എന്ന് പറഞ്ഞാൽ പേടി എന്നല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അപസ്മാരമൊക്കെ വരുമ്പോൾ നമുക്ക് പേടിയാവില്ല അങ്ങനെ കാണുമ്പോൾ ഒക്കെ. അപ്പോൾ അപസ്മാരത്തിൻ്റെ പ്രതീകമായ പുഷ്പമാണ് ലാവൻഡർ. അടുത്തത് തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ബന്ധു പദ്ധതി. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ബന്ധു പദ്ധതി. അപ്പോൾ നമ്മളെന്താണ്, അവരെ അകറ്റിയൊന്നും നിർത്തരുത്. അവർക്ക് വിദഗ്ധ ചികിത്സ വേണ്ട ആവശ്യമുള്ള സമയത്ത് നമ്മളെന്താ ബന്ധുക്കളെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് കണക്ട് ചെയ്യട്ടെ. കാരണം ഒരുപാട് തൊഴിലാളികൾക്ക് നമ്മൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നമ്മൾ ഒരുപാട് പദ്ധതികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കണക്ട് ചെയ്തൊന്നും പഠിക്കുക, മാറിപ്പോകുന്നു ചെയ്യരുത്. വിദഗ്ധ ചികിത്സയാണ് എന്ത്? ബന്ധു പദ്ധതി കേട്ടോ. ബന്ധു പദ്ധതി നടപ്പിലാക്കിയ ജില്ലയാണ് എറണാകുളം. പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് കൊച്ചി റിഫൈനറി. അപ്പോൾ എങ്ങനെയാണ് അതായത് ബന്ധു പദ്ധതി നടപ്പിലാക്കിയ ജില്ലയാണ് എറണാകുളം. പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് കൊച്ചി റിഫൈനറി. അടുത്തത് 2024 ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചത് നരേന്ദ്രമോദി. 2024 ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചത് നരേന്ദ്രമോദി. അടുത്തത് 2024 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീ കരോട്ട മത്സരത്തിൽ കിരീടം നേടിയതാണ് കാർലോസ് സെയിൽസ്. 2024 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീ കരോട്ട മത്സരത്തിൽ കിരീടം നേടിയത് കാർലോസ് സെയിൽസ്. അപ്പോൾ കരോട്ട മത്സരത്തിൽ നിന്നല്ലേ, കരോട്ടയ്ക്ക് പോയത് കാറിലായിരുന്നു കണക്ട് ചെയ്യാം കേട്ടോ. കാർലോസ് എന്ന് പറയുമ്പോൾ കാറിലായിരുന്നു കരോട്ടയ്ക്ക് പോയതെന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ 2024 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രീ കരോട്ട മത്സരത്തിൽ കിരീടം നേടിയത് കാർലോസ് സെയിൽസ് ആണ്. ഫെറാറി താരമാണ് കേട്ടോ കാർലോസ് സെയിൽസ്. അടുത്തത് ജീവിതം ഒരു പാഠപുസ്തകം എന്ന കൃതി രചിച്ചത് ഗോപിനാഥ് മുതുകാട്. ജീവിതം ഒരു പാഠപുസ്തകം എന്ന കൃതി രചിച്ചത് ഗോപിനാഥ് മുതുകാട്. അടുത്തത് 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വാരനാടൻ കഥകൾ എന്ന ഹാസ്യ സാഹിത്യ കൃതി രചിച്ചതാണ് സുനീഷ് വാരനാട്. 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വാരനാടൻ കഥകൾ എന്ന ഹാസ്യ സാഹിത്യ കൃതി രചിച്ചത് സുനീഷ് വാരനാട്. മികച്ച ബാലസാഹിത്യ കൃതി, അതായത് 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ബാലസാഹിത്യ കൃതിയാണ് പെൺകുട്ടികളും കൂട്ടരും. ആരുടെയാണ്? ഗ്രേസിയുണ്ട് കേട്ടോ. ഇങ്ങനെ കണക്ട് ചെയ്യുക. ആ പെൺകുട്ടികൾക്ക് ഈ കൂട്ടരൊക്കെ ആയിട്ട് നടക്കാൻ വേണ്ടി ഭയങ്കര ക്രേസ് ആണെന്ന് കണക്ട് ചെയ്യുക കേട്ടോ. പെൺകുട്ടികളും കൂട്ടരും ആരുടെ കൃതിയാണ്? ഗ്രേസി. മികച്ച ബാലസാഹിത്യ കൃതിയാണ് പെൺകുട്ടികളും കൂട്ടരും. അടുത്തത് മികച്ച ചെറുകഥയാണ് ഏത്? ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അതായത് 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ചെറുകഥയാണ് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ആരുടെയാണ്? എൻ രാജൻ്റെ. അതെങ്ങനെ കണക്ട് ചെയ്യാം? നമ്മൾ ഈ ചെറിയ കുട്ടികളെ കാണുന്ന സമയത്ത് നമ്മൾ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചെറുകഥ എന്നല്ലേ. അപ്പോൾ ചെറിയ കഥകളാണെങ്കിൽ നമ്മൾ ഗുണപാഠങ്ങളുള്ള കഥയാവില്ല പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതുപോലെ ഭയങ്കര ദയുള്ള ആളുടെ കഥയാണ് പറഞ്ഞു കൊടുത്തത്. ഉദയ എന്ന് പറയുമ്പോൾ ദയുള്ള കഥയാണ് പറഞ്ഞു കൊടുത്തത്. മികച്ച ചെറുകഥയാണ് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അപ്പോൾ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആരുടെ കൃതിയാണ്? എൻ രാജൻ്റെ ചെറുകഥയാണ് കേട്ടോ. അടുത്തത് 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച കവിതയാണ് തിരഞ്ഞെടുത്ത കവിതകൾ. അപ്പോൾ തിരഞ്ഞെടുത്ത കവിതകൾ ആരുടെയാണ്? കൽപ്പറ്റ നാരായണൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുക. കൽപ്പറ്റ എന്ന് പറയുമ്പോൾ കല്ല് എന്ന് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ കല്ല് നമ്മൾ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്ത കവിതകളൊക്കെ അവിടെ വെച്ചു എന്ന് കണക്ട് ചെയ്യുക. കല്ലിൽ വെച്ചു എന്ന് കണക്ട് ചെയ്യുക. തിരഞ്ഞെടുത്ത കവിതകൾ കല്ലിൽ വെച്ചു. അതായത് കൽപ്പറ്റ നാരായണൻ്റെയാണ്. അത് മികച്ച കവിത. 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച കവിതയാണ് തിരഞ്ഞെടുത്ത കവിതകൾ, കൽപ്പറ്റ നാരായണൻ്റെ. അടുത്തത് 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നോവലാണ് സിന്നാണ്. ആരുടെയാണ്? ഹരിത സാവിത്രിയുടെ ആണ് കേട്ടോ. അപ്പം മികച്ച നോവലാണ് ഹരിത സാവിത്രിയുടെ. അപ്പം നമുക്കൊരു നോവലൊക്കെ വായിക്കുമ്പോൾ എന്താണ് ഒരു സീൻ കണ്ട ഒരു ഫിലിമൊക്കെ കണ്ട ഒരു ഇത് കിട്ടണം എന്ന് പറയില്ലേ. അപ്പം നോവൽ എന്ന് പറയുമ്പോൾ ആ ഒരു സീനൊക്കെ കിട്ടി, ഹരിതകമായിട്ട് ഒരു സീനൊക്കെ കിട്ടി, അങ്ങനത്തെ ഒരു നോവലാണെന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ അല്ല, നമ്മൾ കണക്ട് ചെയ്യാം. ഇപ്പോൾ 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നോവലാണ് ഇത് ഹരിത സാവിത്രിയുടെ നോവലാണ്. അടുത്തത് 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നാടകമാണ് ഇ ഫോർ ഈഡിപ്പസ്. ആരുടെയാണ്? ഗിരീഷ് PC പാലം. അപ്പം നമുക്ക് ഇങ്ങനെ നാടകത്തിലെ കുറേ ഇടിയൊക്കെ ഉണ്ടായിരുന്നു, കണക്ട് ചെയ്യുക. ഇടിച്ചിട്ട് മൂക്കിൻ്റെ പാലൊക്കെ എന്താണ് കേടുവന്നു, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. മികച്ച നാടകമാണ് ഇ ഫോർ ഈഡിപ്പസ്. ഗിരീഷ് PC പാലത്തിൻ്റെയാണ് നാടകം.
അടുത്തത് മികച്ച യാത്രാ വിവരണമാണ് ആംചോ ബസ്തർ. ആംചോ ബസ്തറാണ് മികച്ച യാത്രാ വിവരണം. 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച യാത്രാ വിവരണമാണ് ആംചോ ബസ്തർ. അപ്പോൾ ബസ്സിലാണ് യാത്ര പോയെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. ആരുടെയാണ്? നന്ദിനി മേനോൻ്റെ ആണ് കേട്ടോ. അടുത്തത് സാഹിത്യ വിമർശന വിഭാഗത്തിൽ കിട്ടിയത് ഭൂപടം തലതിരിക്കുമ്പോൾ. അപ്പോൾ 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സാഹിത്യ വിമർശന വിഭാഗത്തിൽ കിട്ടിയത് ഭൂപടം തലതിരിക്കുമ്പോൾ. ആരുടെയാണ്? പി പവിത്രൻ കേട്ടോ. അപ്പോൾ ഭൂപടം തലതിരിച്ചപ്പോൾ ഭയങ്കര വിമർശനങ്ങളൊക്കെ ആയിരുന്നു എന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സാഹിത്യ വിമർശന വിഭാഗത്തിൽ കിട്ടിയത് ഭൂപടം തലതിരിക്കുമ്പോൾ. ആരുടെയാണ്? പി പവിത്രൻ. അടുത്തത് വിവർത്തന സാഹിത്യ വിഭാഗത്തിൽ കിട്ടിയത് കലാകതികെ. അപ്പോൾ 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വിവർത്തന സാഹിത്യ വിഭാഗത്തിൽ കിട്ടിയത് കഥാകതികെ. ആരുടെയാണ്? AM ശ്രീധരൻ്റെ ആണ്. കഥാകതികെ AM ശ്രീധരൻ. വിവർത്തന സാഹിത്യ വിഭാഗത്തിൽ കിട്ടിയത് കഥാകതികയാണ് AM ശ്രീധരൻ്റെ. അപ്പോൾ ആയുർവേദ ദി ഡബിൾ ഹെലിക്സ് ഓഫ് ലൈഫ് എന്ന ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ ആരായിരുന്നു? ആയുർവേദ ഡബിൾ ഹെലിക്സ് നമ്മളെന്താ കണക്ട് ചെയ്തേ? ആയുർവേദ അതുപോലെ തന്നെ ഹെലിക്സ് ഒക്കെ ആയുർവേദ മെഡിസിനൊക്കെ കൊണ്ടുപോകും. ഹെലികോപ്റ്ററിലാണ് പോയത്. ആരായിരുന്നു? വിനോദ് മങ്കര. നമ്മൾ വിനോദയാത്ര എന്നൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിനോദ് മങ്കരയാണ് ആയുർവേദ ദി ഡബിൾ ഹെലിക്സ് ഓഫ് ലൈഫ് എന്ന ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ. അടുത്തത് 2024 ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ച ആർക്കായിരുന്നു? നരേന്ദ്രമോദിക്കാണല്ലേ. 2024 ഭൂട്ടാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചത് നരേന്ദ്രമോദിക്ക്. അതുപോലെ 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ചെറുകഥ ഏതായിരുന്നു? മികച്ച ചെറുകഥ നമ്മളെന്താ ചെറിയ കുട്ടികൾക്ക് എന്ത് കഥയാണ് ഗുണപാഠമുള്ള കഥയാണ് പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞേ? ഉള്ളവരുടെ കഥ എന്ന് പറഞ്ഞില്ലേ? ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ആരുടെ ആയിരുന്നു ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്? N രാജൻ്റെ ആയിരുന്നു കേട്ടോ. അതുപോലെ ആരായിരുന്നു വൃന്ദ ഘനശ്യാം രതി? ആരായിരുന്നു വൃന്ദ ഘനശ്യാം രതി? ഇന്ത്യയുടെ ആദ്യ വനിതാ ടെസ്റ്റ് അമ്പയറാണ് വൃന്ദ ഘനശ്യാം രതി. അപ്പോൾ നിങ്ങൾക്ക് കോഡൊക്കെ വെച്ചത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലാസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.